ഇനി എന്താ പരിപാടി? പരിപാടിക്ക് കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമണത്തിൽ പകച്ച് പാകിസ്ഥാൻ. നമ്മളായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങണത് ശീലമില്ലാത്തൊരു കാര്യം. നീ പാടുപെടും. ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വീട്ടാനുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. നമുക്കിട്ടൊരു പണി വന്ന നമ്മളും പണി, ആരാണെങ്കിലും പണി, വീട്ടിൽ കയറി പണി. നഗരങ്ങളിൽ തുടർച്ചയായുള്ള ഡ്രോൺ ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളും പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അപായ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുകയാണ്. കാലക്കി എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. യഥാർത്ഥത്തിൽ ജെയ്ഷയുടെ തലവൻ ഇപ്പോൾ ഈ റൌഫ് അസ്കർ തന്നെയാണ്. നിങ്ങളൊക്കെ ആ കോമാളിക്കുറിപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. അയാളെ കൂടി ഈ ആക്രമണത്തിൽ നമ്മൾ വധിച്ചു, അയാളെ കൊന്നുകളഞ്ഞു എന്നത് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു വിജയമാണ്. കൊല്ലുന്നു പറഞ്ഞ് നടേശം കൊന്നിരിക്കും. പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈലുകളും ഡ്രോണുകളും നിലം തൊടും മുമ്പ് ഇന്ത്യ തകർത്തു. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. മണിക്കൂറുകൾക്കുള്ളിൽ ലാഹോറിലെ ഉൾപ്പെടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി നിലംപരിശാക്കി. കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ചൈന കൊടുത്ത ഡിഫൻസ് സംവിധാനങ്ങളാണ് ഇന്ത്യ അനായാസം ഇന്നലെ തകർത്തത്. അത്തരം ഡിഫൻസ് പ്രതിരോധ സംവിധാനങ്ങളെ വിശ്വസിച്ചിരുന്ന പാകിസ്ഥാനാണ് അമ്പയെ പരാജയപ്പെട്ട് മാനത്തേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയത്. നിനക്കറിയില്ല, ഇവൻ അതിനിടെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷാംഗം മേജർ താഹിർ ഇക്ബാൽ പൊട്ടിക്കരഞ്ഞു. എന്ത് പറ്റി രമണ? रजू करो रब्बे काबा, हम तेरे आगे दरख्वास्त करते हैं, इस मुल्क की हिफाजत फरमाना जो तूने हमें। നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. मुझे दुआओं का है। आपने कायदे आजम को इंग्लैंड में मुलाकात की, ख्वाब में आए और उनको कहा कि जाओ वापस और जाके पाकिस्तान. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. आप खान कलात को ख्वाब में आके ये हुक्म दिया कि तुमने पाकिस्तान की सेना ये मुल्क बन के रहेगा और तुमने तो ये ऐसा बड़ा मोजा है. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ല. ऐसा बड़ा मोजा है कि अल्लाह पाक ने ये हमें अता किया है और अल्लाह पाक इस मुल्क की हिफाजत फरमाएंगे. അഹങ്കാരം അതന്നെ അവന്റെ ഫിനിഷ്.